എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ പേളി ചേച്ചിയുടെ ചെട്ടിനാട് മീറ്റ് ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. അപ്പോൾ ആ ബിരിയാണിയുടെ റെസിപ്പി നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ ഇത് 1 kg റൈസും 1 kg മീറ്റ് വെച്ചിട്ടാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം 1 kg മീറ്റ് ഒരു കുക്കറിലേക്ക് കഴുകി വൃത്തിയാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ആ മീറ്റിന് ആവശ്യമുള്ള ഉപ്പും 1/2 ഗ്ലാസ് വെള്ളവും ചേർത്തിട്ട് കുക്കറിൽ വിസിൽ വെച്ചെടുക്കണം. നിങ്ങളുടെ അവിടെ മീറ്റ് എത്ര വിസിലാണോ വേവുന്നത് അത്ര വിസിൽ വെച്ചെടുക്കുക. ഞാനൊരു 10 വിസിൽ വെച്ചിട്ട് വേവിച്ച് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് നമ്മൾ മസാലകൾ റെഡിയാക്കി എടുക്കണം. അപ്പോൾ ആദ്യം ഒരു മിക്സി ജാറിലേക്ക് 1 ടേബിൾ സ്പൂൺ കശകശ, 1 ടേബിൾ സ്പൂൺ കുരുമുളകോ അല്ലെങ്കിൽ കുരുമുളക് പൊടിയോ എടുക്കുക. ഒരു 10 to 12 കാഷ്യൂ, കറാമ്പ് ഒരു 4 to 5 എണ്ണം, പട്ട ഒരു 3 കഷ്ണം, അതേപോലെ തന്നെ പെരിഞ്ചീരകം 1 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1.5 ടേബിൾ സ്പൂൺ. ഇതെല്ലാം കൂടി ഒരു 1/4 ഗ്ലാസ് വെള്ളവും ചേർത്തിട്ട് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് തന്നെ മിക്സി ജാറിലേക്ക് അരച്ചെടുക്കുക. എന്നിട്ട് അത് സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം അതേ മിക്സി ജാറിലേക്ക് ഒരു 25 ചെറിയുള്ളി, ഒരു 18 വെളുത്തുള്ളിയുടെ അല്ലി, വെളുത്തുള്ളിയുടെ ഒരു 3/4 ഭാഗം ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കി അത് ചേർത്ത് കൊടുക്കുക. പച്ചമുളക് ഒരു 12 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ എരിവിനനുസരിച്ച് നിങ്ങൾ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇത് ഫൈൻ പേസ്റ്റായിട്ട് അരയ്ക്കരുത്, ക്രഷ് ചെയ്തെടുത്തിട്ട് സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. ഇതിൻ്റെ മെയിൻ ഇതാണ്, ക്രഷ് ചെയ്തെടുത്താൽ മതി, പേസ്റ്റാക്കി അരയ്ക്കരുത്. അപ്പോൾ തന്നെ ഈ ബിരിയാണിക്ക് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ, അതൊന്ന് ശ്രദ്ധിക്കുക. അതിനുശേഷം അതേ മിക്സി ജാറിലേക്ക് 1.5 പിടി മല്ലിയിലയും 1 പിടി പുതിന ഇലയും ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചിട്ട് സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. അപ്പോൾ ഇത് മൂന്നും റെഡിയാക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ അടുപ്പത്ത് കുക്കറോ ചട്ടിയോ വെക്കാവൂ. അപ്പോൾ ഇത് മൂന്നും നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിന് ഞാൻ 1 കിലോ ജീരകശാല റൈസാണ് എടുത്തിട്ടുള്ളത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ അരിയിൽ ബിരിയാണി ഉണ്ടാക്കിയപ്പോൾ. ഞാൻ പൊതുവേ മലബാർ അരിയാണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ അരിയും റെഡിയാക്കി അവിടെ സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി 1 കിലോ ബിരിയാണി അരിയിൽ ഈ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഒരു 3/4 കിലോ സവോള ഞാൻ എടുത്തിട്ടുണ്ട്. സവോള അതുപോലെ നേരിയതായിട്ട് അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഒരു കുക്കറിലേക്ക് 1 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ഒരു 1/2 കപ്പ് നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യും ഓയിലും കുറയ്ക്കാതെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്, അതും ശ്രദ്ധിക്കുക. അപ്പോൾ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് കറാമ്പ് ഒരു 4 എണ്ണം, പട്ട ഒരു 2-3 കഷ്ണം, കാഷ്യൂ ഒരു 10 എണ്ണം, അതേപോലെ തന്നെ വെളുത്തുള്ളി ഒരു 10 to 15 വെളുത്തുള്ളി നടുവിൽ മുറിച്ചത് ഒന്നിട്ട് കൊടുത്തിട്ടുണ്ട്, നടുകീറിയത്. അതിലേക്ക് പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സാക്കി ഇളക്കി കൊടുക്കുക. ഞാൻ ഇൻഗ്രീഡിയൻസ് എല്ലാം ഡിസ്ക്രിപ്ഷനിലോ അല്ല സ്ക്രീനിലോ കാണിക്കുന്നുണ്ട്, അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഇതെല്ലാം കൂടി ആ നെയ്യിലും എണ്ണയിലും നല്ലപോലെ വണക്കിയെടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് വണക്കിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് സവോള, ഞാനൊരു 3/4 കിലോ സവോള എടുത്തിട്ടുണ്ട്. നല്ല നേരിയതായിട്ട് തന്നെ അരിഞ്ഞ് വെച്ച സവോളയാണ്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുക. സവോള ഒന്ന് വേഗം വഴറ്റി കിട്ടാനായിട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ വഴറ്റി എടുക്കുക. അപ്പോൾ ഇനി ഞാൻ 1 കപ്പ് ബിരിയാണി അരി എടുത്തിട്ടുണ്ട്. 1 കപ്പ് ബിരിയാണി അരിക്ക് 2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1 കപ്പ് വെള്ളം ഞാൻ തൊട്ടപ്പുറത്ത് തന്നെ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ 1 കപ്പ് വെള്ളം വന്നിട്ട് നമ്മുടെ മീറ്റ് വേവിച്ച വെള്ളം 1 കപ്പ് ഉണ്ടായിരുന്നു, അതും എടുത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 2 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. മീറ്റ് വേവിച്ച് വെള്ളം ഒഴിക്കുകയാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ എനിക്ക് കറക്റ്റ് ഇവിടെ 1 കപ്പ് വെള്ളം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 1 കപ്പ് വെള്ളം ഞാൻ തൊട്ടപ്പുറത്തേന് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുമുണ്ട്. എന്നിട്ട് നമ്മൾ സവോള നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. നമ്മുടെ അരി കുതിർത്ത് വയ്ക്കാൻ ആവശ്യമൊന്നുമില്ല, ഡയറക്റ്റ് കഴുകിയിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ സവോള നല്ലപോലെ വഴറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 പിടി പുതിന ഇലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും 1 മിനിറ്റ് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചെറിയുള്ളിയും ഇതെല്ലാം കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പേസ്റ്റ് ഉണ്ടല്ലോ, കശകശിയും അണ്ടിപ്പരിപ്പും എല്ലാം ചേർത്തുണ്ടാക്കി വെച്ച പേസ്റ്റ്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സാക്കി എടുക്കുക. അതിൻ്റെയും ഒന്ന് പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം. എന്നിട്ടാണ് നമ്മൾ അടുത്ത പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ മല്ലിയിലയുടെയും പുതിനയുടെ പേസ്റ്റ് ഉണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് നല്ലപോലെ മിക്സാക്കി എടുക്കുക. എന്നിട്ട് അതിൽ നിന്ന് എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ മിക്സാക്കിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ അതൊന്ന് നമ്മൾ റെഡിയാക്കി എടുക്കുക. എന്നിട്ട് ബാക്കി നോക്കാം കേട്ടോ.
അപ്പോൾ ഇതാ മസാലയൊക്കെ എണ്ണയൊക്കെ നല്ലപോലെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് മസാലയിൽ. ഇനി അരി കഴുകിയിട്ട് വെള്ളമൊക്കെ നല്ലപോലെ വാർത്തിട്ട് ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുക. കുതിർത്ത് വെക്കാൻ ആവശ്യമില്ല. അപ്പോൾ അരി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മസാലയിൽ മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മീറ്റ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് നിങ്ങൾ ചിക്കനിലും ചെയ്യാം. ചിക്കനിൽ ചെയ്യുകയാണെങ്കിൽ ചിക്കന് വേവിച്ചെടുക്കേണ്ട, ഡയറക്റ്റായിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കുക. നമ്മൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് പിന്നെ ഡയറക്റ്റായിട്ട് തന്നെ അരിൻ്റെ ഒപ്പം ചിക്കൻ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു ദിവസം ഞാൻ എന്തായാലും ചിക്കൻ്റെയും റെസിപ്പി ഇതുപോലെ ബിരിയാണി ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ മീറ്റ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ 1 കപ്പ് ഞാൻ മീറ്റ് വേവിച്ച വെള്ളവും 1 കപ്പ് നമ്മൾ തിളപ്പിച്ചെടുത്ത വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ട് അതിനാവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരു പൊടിക്ക് ഉപ്പ് കൂടുതൽ നിൽക്കണ പോലെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ലാസ്റ്റായിട്ട് അതിലേക്ക് നമ്മൾ മല്ലിയില അരിഞ്ഞ് വെച്ചത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിത് വെള്ളം ചേർത്ത് കൊടുത്തപ്പോൾ കുക്കർ ഫുള്ളായ പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ബിരിയാണി പോട്ടിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്, ഒരു ഉരുളിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇങ്ങനെ അളവ് നോക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. അതുമാത്രം ഒന്ന് ശ്രദ്ധിക്കുക. ഞാൻ കുക്കറിൽ കറക്റ്റായി വരും വിചാരിച്ചു, പക്ഷേ കുറച്ച് കൂടുതലായതുകൊണ്ട് തന്നെ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് അതൊന്ന് തിളച്ച് വരുമ്പോൾ അതിൻ്റെ മുകളിലായിട്ട് തക്കാളിയും പുതിനയും മല്ലിയിലും ഇട്ടിട്ട് ദം ചെയ്തെടുക്കുക. സിമ്മിൽ വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ദം ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ചെട്ടിനാട് മീറ്റ് ബിരിയാണി റെഡിയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട്. അപ്പോൾ പേളി ചേച്ചിക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട് ഈ റെസിപ്പി ഞങ്ങളായിട്ട് ഷെയർ ചെയ്തതിന്. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു ലോങ് വീഡിയോയുമായി കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഈ ബിരിയാണി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഞാൻ ബീഫ് വരട്ടിയതും പിന്നെ തൈര് ചട്നിയാണ് ഉണ്ടാക്കിയെടുത്തത്. ബീഫ് വരട്ടിയതിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ടു നോക്കുക. അതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക്സ് കമൻറ്റായി അറിയിക്കുകയും ചെയ്യുക. അപ്പോൾ താങ്ക്